റാങ്ക് പുഷ് ഒന്നുമില്ല. ബട്ട് എൻ്റെ ഡ്യൂട്ടി ആ ലാസ്റ്റ് ടീമിൻ്റെ ഒപ്പം ഫൈറ്റ് എടുപ്പിക്കുക എന്നുള്ള അവിടം വരെ എത്തിക്കുക. ലാസ്റ്റ് ഞാൻ ആ ഗ്യാമ്പിൾ അവിടെ ചെയ്യുന്നത് ഈവൻ വീഴുകയാണെങ്കിൽ പോലും ഒരാളേലും എടുത്തിട്ട് വീഴാന്നുള്ള രീതിക്കാണ്. ഇപ്പം ഞാൻ ആ ആംഗിൾ അവിടെ പോയത് കൊണ്ട് നമുക്ക് 2 ഇൻഫോ കിട്ടി. ഒന്ന്, അവൻ സോളോ അല്ല. 2, അവൻ്റെ ടീംമേറ്റിൻ്റെ പൊസിഷൻ. മനസ്സിലായോ? ആ M24കാരനെ പുഷാക്കിയപ്പോൾ ഷാക്കിലാണ് ലാസ്റ്റ് മാൻ എന്നുള്ള ഇൻഫോ നമുക്ക് അവിടെ കിട്ടി. പിന്നെ 2 ടീമല്ല, ഒരു ടീമാന്നുള്ള ഇൻഫോയും കിട്ടി. അപ്പം അങ്ങനെ നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടി, അല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടിയല്ല. എടാ ഈയും വയ്യും ചെക്കാണ്. ഈവും സ്റ്റംപാണ്. സ്റ്റംപ് ഇതേ ക്യാപ്റ്റൻസി വെച്ച് പിന്നെയും കോമ്പാക്റ്റീവ് ചെയ്യുമ്പോൾ മിസ് ഓൾസ് ആയിക്കോന്ന. ഞാൻ കോമ്പി കളിക്കാൻ ഇതൊന്നും പോരാ. കോമ്പി കളിക്കാൻ ഇതിൽ ഒരുപാട് ടൈം ഇരിക്കണം. ഇപ്പം ഞാൻ 6 മണിക്കൂർ ഇരുന്ന് കളിക്കുന്നുണ്ട്. കോമ്പി കളിക്കാനാണെങ്കിൽ ഡെയിലി ഒരു 10 hours എങ്കിലും കളിക്കണം. അന്നത്തെ മാതിരി കളിക്കണമെന്നുണ്ട്. അന്നത്തെ മാതിരി അല്ല കളിക്കണ്ടേ, ഇന്നത്തെ ആൾക്കാരുടെ കളിക്കുന്ന മാതിരി കളിക്കണം. മെറ്റ ചേഞ്ചസ് ഉണ്ട്, എങ്ങനെ ഒരു ടീമിനെ കമ്മിറ്റ് ചെയ്യണം, ഒക്കെ കോമ്പറ്റീറ്റീവ് നല്ല വ്യത്യാസമുണ്ട്. കോൾസും കാര്യങ്ങളൊക്കെ അതൊന്നും ജസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചുകൊണ്ട് നടക്കൂല. അത് മെറ്റ അനുസരിച്ച് കളിക്കണം. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും തയ്യാറല്ല. അത്രയും ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇറങ്ങി, ഞാൻ റിട്ടയറായി, അൺഒഫീഷ്യലി റിട്ടയറായി. എനിക്ക് സ്റ്റംപ് നല്ല ഡൗട്ടുണ്ട്. എമ്മും പിയും ചെക്ക് ചെയ്യണം, വൈയും ചെക്ക് ചെയ്യണം. ഹംപി, HUMPY. എച്ച് എന്തിനാ കൊടുക്കുന്നേ? വിംപി കൊടുത്താൽ പോരെ. ഡബ്ല്യു ചെക്ക് ചെയ്യാമല്ലോ, പക്ഷെ ഡബ്ല്യു ആവാൻ ചാൻസ് വളരെ കുറവാണ്. ഐ തിങ്ക് സ്റ്റംപാന്ന് തോന്നുന്നു. WIMPY കൊടുക്കും. സ്റ്റംപ് ആദ്യമേ നിങ്ങൾ സെക്കൻഡ് ഇതിൽ കിട്ടിയപ്പോഴല്ല, യു കിട്ടിയപ്പോഴേ ഇതാക്കിയതാ. സ്റ്റംപ്. ഇപ്പോൾ ഒക്കെ കോമ്പി ഫുള്ള് ഹാക്കേഴ്സാണ്. എസ്റ്റാബ്ലിഷ് ടീം അല്ലെങ്കിൽ ഇനി ലൈനൊക്കെ കയറാൻ പാടാണെന്ന്. എനിക്കാറ് ലൈവ് കഴിഞ്ഞ് സ്ക്വിഡ് ഗെയിം കാണാൻ പോയിരിക്കില്ല. അതെ, സ്ക്വിഡ് ഗെയിം കാണാൻ പോകും. എൻ്റെ പൂച്ച ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതിനടുത്ത് വഴി വെച്ച് കൊടുത്തോട്ട്. We are now saying that Tuborg, who used to play compy now. Tuborg എൻ്റെ ഒപ്പം കോമ്പറ്റീറ്റീവ് കളിച്ചിട്ടില്ല. ബട്ട് അന്ന് അവനൊരു വാശി ഉണ്ടായിരുന്നു. ഇന്ന് അവൻ ക്ലാസ്സിക്ക് കളിക്കുമ്പോൾ അവൻ ലാസ്റ്റ് മാൻ ആകുമ്പോഴത്തേക്ക് അവന് പേടിയുണ്ട്. ബട്ട് ഞാൻ അലൈവാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ പേടി
കാണിക്കാണ്ട് ശരിക്ക് കളിക്കും. അതായത് ഈ മെഷീൻ ഗൺ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതില്ലേ, നമ്മൾ ഒരു ക്യാനൺ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതില്ലേ, അങ്ങനെ ചെയ്യും. But I think you can be a good coach plus analyst for an organization. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ അതില്ല സത്യം പറഞ്ഞ, ഒരു ഓർഗന് കോച്ച് അനലിസ്റ്റ് ആവാന്നുള്ള. ഞാൻ ഭയങ്കര വലിയ സോഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഈ ലൈവിലിരുന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ അധികം എൻഗേജ് ചെയ്യാനോ, ഞാൻ വളരെ കുറച്ച് ആൾക്കാരായിട്ട് ഇത് ചെയ്യുന്നുള്ളൂ. അത് കാരണം ഇപ്പോൾ ഒരു കോച്ച് അനലിസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആവണം ഈ ഇൻട്രാക്ഷൻസിന്. അത് എൻ്റെ ഒരു നേച്ചറിലില്ല. അത് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു ലേൺ. ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ 4th വേർഡിൽ കിട്ടി, ബട്ട് 5th ട്രൈ യൂസ് ചെയ്ത്. എനിക്ക് ഞാൻ എന്താണെന്നറിയോ, എനിക്ക് ഉറപ്പില്ല, സ്റ്റംപ് തന്നെയാണോ എന്ന് ഉറപ്പില്ല. അപ്പോൾ വയ്യോടെ ചെക്ക് ചെയ്തേക്കാന്നുള്ള രീതിയിൽ ചെയ്തതാണ്. സ്റ്റംപ് ആവാൻ നല്ലൊരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. വേറൊരു വേർഡ് അവിടെ ഉണ്ടാവുന്നത് സ്റ്റൂയി. തണ്ടർ വന്നപ്പോൾ മുതലുള്ള എല്ലാ മാച്ചും ടുബോർക്ക് കിടിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ സൈക്കോ? ഇല്ലല്ല, എല്ലാ മാച്ചും കിടിയായിട്ട് കളിക്കുന്നില്ല. എല്ലാ മാച്ചസ് വളരെ ഷോക്കായിട്ടാണ് കളിക്കുന്നത്. അതായത് എവിടെയാണ് ലൈൻ വരയ്ക്കേണ്ടതെന്ന് അറിയാതെ കളിക്കുന്ന മാച്ചസ്. എടാ ടുബോർഗെ, നീ തന്നെയാണോ മറ്റേ സാധനം അയച്ച്? ഞാൻ ഏതോ പയ്യന് ഇത് ചെയ്തല്ലോ. ലാസ്റ്റുള്ള പേടി സ്ട്രീക്ക് പോകുമെന്നുള്ള പേടിയാണ്. അത് കാണുന്ന നമുക്ക് തന്നെ നല്ലപോലെ ഉണ്ട്. അപ്പോൾ കളിക്കുന്നവരുടെ കാര്യം പറയണം. സ്ട്രീക്ക് പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഇപ്പം ഞാൻ കളിക്കുകയാണെങ്കിൽ എനിക്ക് സ്ട്രീക്ക് പോകുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേടി അല്ലെങ്കിൽ പാനിക് ആവുക എന്ന് പറയുന്നത്, ഞാൻ പാനിക്കായി കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല അവിടെ. പക്ഷേ ഞാൻ അവിടെ ആ ഗ്യാമ്പിൾ എടുക്കുക. എൻ്റെ ജയിക്കണം എന്നുള്ള ആ ഒരു ഈഗോയിൽ കറക്റ്റായിട്ട് ഒരു രീതിയിലും കൈ വറക്കാണ്ട് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാൻസസ് ഓഫ് വിന്നിങ് ആർ വെരി വെരി ഹൈ എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഈവൻ 3v4 ആയാലും 2v4 ആയാലും 1v4 ആയാലും ഇപ്പം 1v10 ആയാലും ഞാൻ കളി ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലേ കളിക്കത്തുള്ളൂ. അത് ഈവൻ കോമ്പി കളിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ലൈവിൽ ഒരുപാട് മാച്ചസ് അങ്ങനെ ഉണ്ട്. അതായത് ടീംമേറ്റ്സിനെ 3 പേരെയും ചീത്ത പറഞ്ഞ് അവരെ വെറുപ്പിച്ചിട്ട്, അവർ ചത്ത് കഴിയുമ്പോൾ അവരെ വെറുപ്പിച്ചിട്ട് 1v എത്രയോ കളിച്ചേക്കുന്ന മാച്ചസ്, അങ്ങനെ മാച്ചസ് ഉണ്ട്. അതൊക്കെ ലൈക്ക് ഒരു ബാഡ് ബിഹേവിയർ ആണ്. പേഴ്സണലി എനിക്ക് നല്ലൊരു ലീഡറാണെന്ന് എനിക്ക് തോന്നില്ല. നല്ല ലീഡർ ആയിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇൻ ഗെയിം മേ ബി, ബട്ട് ഔട്ട് ഓഫ് ദ ഗെയിം ഐ വാസ് നോട്ട് എ ഗുഡ് ലീഡർ. കാരണം ലീഡേഴ്സ് ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല. ഞാൻ ബ്ലെയിം ഗെയിം കുറച്ച് കൂടുതലായിരുന്നു എനിക്ക്. അത് അപ്പോഴത്തെ ആ ഒരു ഏജിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ടീനേജ് ആണല്ലോ, പ്രത്യേകിച്ച് 18-19 ആ ഒരു സമയം. അപ്പോൾ എല്ലാവരോടും ദേഷ്യം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ഏജിൽ അങ്ങനെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു രീതിക്കല്ലായിരുന്നു. ഈ സ്വഭാവത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഈ അഡോളസൻസ് കഴിഞ്ഞ് ഉള്ള ഒരു ഇതുണ്ടല്ലോ, അന്ന് ഭയങ്കര ഒരു, പക്ഷെ ആ റീസൺ കൊണ്ടാണ് ലൈക്ക് എത്തിയതും പ്രോബബ്ലി എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റീസണും കൊണ്ട് തന്നെയാണ്. If you need a thrilling mind-bending experience, do watch the mini-series Behind Our Eyes. See you video check.